അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കാര്യമായിട്ട് ഒന്നും പറയുന്നേയില്ല. പക്ഷേ സൈത്തൂൻ ബീവിക്ക് അതറിയുവാൻ വേണ്ടി ആകാംക്ഷയാവുകയാണ്. ഹേ സെയ്ഫ് എന്താ ഒന്നും പറയാത്തത്? എന്താ നടക്കില്ലേ എൻ്റെ മനസ്സിലാഗ്രഹം? ബീവി, ഇൻഷാ അല്ലാ ഞാൻ നോക്കട്ടെ. എന്താ സെയ്ഫ് അങ്ങനെ പറയുന്നത്? അങ്ങയ്ക്ക് അവൾ ഇഷ്ടപ്പെട്ടില്ലേ? അതോ അവൾക്ക് അങ്ങയോടെന്തെങ്കിലും? ഹേയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ കുട്ടി കുറേ കരഞ്ഞു ഓരോ കാര്യം പറഞ്ഞിട്ട്. എന്ത് കാര്യം? ആ കുട്ടിയുടെ ഒരുപാട് അനുഭവങ്ങൾ. സെയ്ഫ്, എല്ലാം ക്ഷമിക്കുന്നതല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ? അല്ല, അവൾക്ക് അവളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയ്ഫ്, സത്യമായിട്ടും ആ കുട്ടി എന്താ പറഞ്ഞത്? പറ. പക്ഷേ തൻ്റെ ബീവിയോട് അത് പങ്കുവെക്കാൻ സെയ്ഫ് ആഗ്രഹിച്ചിരുന്നില്ല. ഇനിയൊരു പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവളോടുള്ള സ്നേഹം കുറയുമെന്ന് കരുതിയിട്ട് സെയ്ഫ് അത് മറച്ചു വെച്ചു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ സെയ്ഫുദ്ദീൻ വിചാരിക്കുന്നത് അവൾ ഇനിയും എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് അവൾ പറഞ്ഞിട്ടില്ല. ഇനിയും എന്തൊക്കെയോ പറയുവാനുണ്ട്. അതുകൂടി അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. പക്ഷേ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിനുള്ളിൽ നല്ല വേദനയുണ്ട്, വിഷമമുണ്ട്. കാരണം പാവം എൻ്റെ ഭാര്യ, എൻ്റെ ബീവി ഒന്നും അറിഞ്ഞിട്ടില്ല. അവൾക്കൊന്നും അറിയില്ല യഥാർത്ഥമൊന്നും. പക്ഷേ ഫർസാന തന്നോട് പറഞ്ഞ കാര്യം അവളൊന്നും മറച്ചു വെച്ചിട്ടില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇനിയും എന്തൊക്കെയോ അവൾക്ക് പറയുവാനുണ്ട്. അതുകൂടി അറിഞ്ഞ് തീരുമാനിക്കാം. ഒന്നുകിൽ അവളെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഉപേക്ഷിക്കണം. പക്ഷെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവളിൽ ഞാൻ മോഹിച്ചു കഴിഞ്ഞു, അവളെ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനിയൊരു പക്ഷേ വലിയ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സൈത്തൂൻ ബീവി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ എൻ്റെ വീടിൻ്റെ അകത്തളത്തിലാണ് അവൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെയായാലും അവളുടെ പ്ലാനിങ്, അവൾ വിചാരിച്ചത്, അവളുടെ ചരിത്രം അത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി അറിയണം. യാ സെയ്ഫ്, സൈത്തൂൻ ബീവി വിളിക്കുന്നു. യാ സെയ്ഫ്, ചെല്ലു. ഫർസാനയുടെ അടുക്കലേക്ക് ചെന്നിട്ട് കാര്യങ്ങളെല്ലാം ഒന്നുകൂടി വിശദമായി ഒന്ന് പറയണം. അവൾ സമ്മതിക്കാതിരിക്കില്ല. കാരണം അവൾ മസ്രയിൽ ജോലിക്ക് വന്ന പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്കും വലിയൊരു പദവി കിട്ടുക എന്ന് വെച്ചാൽ ഒരാളും തട്ടിക്കളയുന്ന ഒന്നല്ല. സൈത്തൂൻ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. സെയ്ഫ്, അങ്ങനെയല്ല. എന്തൊക്കെ തന്നെയാലും അവൾ സമ്മതിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അവൾ അതിൽ നിന്ന് പിന്മാറില്ല. അഥവാ പിന്മാറിയാൽ തന്നെ ഞാൻ അവളോട് പറഞ്ഞ് ശരിയാക്കി കൊടുക്കാം. പ്ലീസ്, എൻ്റെ സെയ്ഫിൻ്റെ ഇഷ്ടക്കുറവ് മൂലമാണ് ഇങ്ങനെയൊക്കെയെന്ന് എനിക്ക് തോന്നുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനും കൂടി വരട്ടെ അതൊന്ന് കേൾക്കുവാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ അദ്ദേഹം ശരിക്കും ഭയന്നു. എന്താ പെണ്ണെ നീ പറയുന്നത്? അല്ലേ, എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇത്രയും കാലം നിൻ്റെ കൂടെ ഞാൻ ജീവിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റുപോലെ ഞാൻ ചെയ്തിട്ടില്ല. ബീവി, ഒരിക്കലും എനിക്ക് എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ നീ പറഞ്ഞപ്പോൾ മാത്രം ഞാൻ ഫർസാനയെ കാണാൻ പോയി. പക്ഷേ അവളുടെ ഭംഗിയിൽ ഞാൻ അറിയാതെങ്ങ് ആകൃഷ്ടയായിപ്പോയി. എൻ്റെ ബേബി, പൊറുക്കണം. എന്തിന്? നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചതല്ലേ അതിനു വേണ്ടിയിട്ട്. അവളിൽ മോഹം ജനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാനുള്ള മനസ്സ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനതിന് ശ്രമിക്കുന്നതും അവളെ പല വട്ടങ്ങളിലായി നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതും. അതിനു വേണ്ടി മാത്രം അവളെ കണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം, ഇവളെ ഒന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം വിജയിക്കുകയുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു പെണ്ണിനെ പിടിച്ച് ഒന്നും അറിയാത്ത അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അവളുടെ ഹിസ്റ്ററി അറിയാൻ അല്പം വൈകും. ഇത് ആദ്യമേ കുറച്ചറിഞ്ഞു വെച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ അതിനു വേണ്ടി നിർബന്ധിക്കുന്നതും എൻ്റെ സൈഫിനെ അതിനു വേണ്ടി നിർബന്ധിക്കുന്നതും. സൈത്തൂൻ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നോ, ഇനി പക്ഷേ എന്ന് പറയരുത്. ഞാൻ ആഗ്രഹിച്ചതാണ്. ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോട് മരിക്കാം. അതല്ല, അതിനിടയ്ക്ക് ഞാൻ മരിച്ചു പോയാൽ എനിക്കതിന് കഴിയില്ല. പ്ലീസ്,
സെയ്ത്തൂൻ പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ. ദയവായി നിനക്ക് വേണ്ടി ഞാൻ എന്തിനും റെഡിയാണ്. പോരെ നിനക്ക്? സന്തോഷമായി സെയ്ഫ്. ചെല്ല്, ഫർസാനയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് അവളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിക്ക് പ്ലീസ്. ബീവി, ഇനി ഇപ്പോഴല്ല, കുറച്ച് കഴിയട്ടെ. ശരിക്കും ഫർസാന പറഞ്ഞ വാക്കുകൾ അറബിയുടെ മനസ്സിൽ നല്ല രീതിയിൽ കൊണ്ടിരുന്നു. ഒരു മുസ്ലിം യുവാവിൻ്റെ കൂടെയാണ് ഞാൻ ഒളിച്ചോടിപ്പോയത്. എൻ്റെ ഉമ്മയെയും ഉപ്പയെയും എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ഉസ്താദിനെയും വിട്ടിട്ട്. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. അവൾ പറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നന്നായി കൊണ്ടിരുന്നു. റബ്ബേ, ഏതൊരു പെണ്ണിന് ഇങ്ങനെ കഴിയോ? എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണും ഇതുവരെ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. പക്ഷേ സ്നേഹിക്കാൻ, വിവാഹം കഴിക്കാൻ തയ്യാറായി നിന്ന ഒരാളുണ്ടായിട്ട് പോലും അവളൊരു അമുസ്ലിമിൻ്റെ കൂടെ പോയത്, അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. ഒരാളുണ്ടല്ലോ ഉള്ള സമയത്ത്, ഇല്ലെങ്കിൽ ഓക്കെ, അതങ്ങനെ വീട്ടുകാർ കല്യാണം കഴിക്കാനായിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിക്കാം. പക്ഷേ ഇതൊരാളുണ്ടായിട്ട്, സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടായിട്ട് അവൾ അയാളെ വേദനിപ്പിച്ചുകൊണ്ട് പോയത്, അതാണ് എനിക്ക് ഭയം. കാരണം എൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നാൽ ഒരു പക്ഷേ എനിക്കും അത് ഏൽക്കേണ്ടി വരുമോ എന്നുള്ള ഭയം. ഞാൻ ഭയപ്പെടുകയാണ്. സെയ്ഫ്, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. തൽക്കാലം നിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഇത് പറയുന്നത് ഒട്ടും ശരിയല്ല, അവൾ വിഷമിക്കും. അന്ന് വൈകുന്നേരം പൂന്തോട്ടത്തിലൂടെ ഉമ്മയുടെ വീൽചെയർ തള്ളിക്കൊണ്ട് അറബി നടക്കുകയായിരുന്നു. പെട്ടെന്ന് അറബിയുടെ ഉമ്മ ചോദിച്ചു, യാ സെയ്ഫ്, എൻ്റെ പൊന്നുമോനെ, എന്തായി നിൻ്റെ കാര്യങ്ങൾ? നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? അത് എന്തെങ്കിലുമൊക്കെ ആയോ മോനെ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അനന്തരാവകാശി ഉണ്ടാകും എൻ്റെ കുട്ടിക്ക്. അതല്ല എങ്കിൽ എന്താ മോൻ്റെ തീരുമാനം എന്തായി? യാ ഉമ്മി, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല, അത് ഉറപ്പായിട്ടില്ല. എന്ത് പറ്റി മോനെ? ഹയറാണെങ്കിൽ അത് നടത്തിക്കൂടെ? എൻ്റെ മോൻക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ, എൻ്റെ മോൻക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട് എൻ്റെ മോൻക്ക്. പിന്നെന്താ? ഉമ്മി, ഞാൻ എന്താ മോനെ, എന്തു പറ്റി? എൻ്റെ കുട്ടി ഹയറാണെങ്കിൽ അവളെ കല്യാണം കഴിക്കണം, അതുതന്നെയാണ് ഞാൻ പറയുന്നത്. സെയ്ത്തൂൻ പറഞ്ഞതുപോലെ തന്നെ. ഉമ്മ, അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ? എന്ത് മോനെ, നമ്മുടെ അറബ് നാട്ടിൽ എത്രയെത്ര ഭാര്യമാർ, എത്രയെത്ര ആളുകൾക്കുണ്ട്. നോ പ്രോബ്ലം, ഭാര്യമാർക്ക് ഇവിടെ അതൊരു വിഷയമേ അല്ല. എത്ര പെണ്ണ് കെട്ടിയാലും നോ പ്രോബ്ലം. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദയ മതി. അവരിപ്പോൾ എത്ര ഭർത്താക്കന്മാർ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർക്കൊരു വിഷയവുമില്ല അതിനെക്കുറിച്ച്. കാരണം ഇവിടുത്തെ ചിന്താഗതി അതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൻക്ക് അവളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനൊന്നും ചെയ്യില്ലെന്ന മാത്രം. എന്നാലും ഇപ്പോൾ അവൾ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് നീ അതിനെ ഒരുങ്ങുകയാണ് നല്ലത്. മോനെ, നമ്മൾക്കും ഇല്ലേ ഒരാഗ്രഹം, ഒരു കുഞ്ഞിവിടെ ഉണ്ടാകാൻ. ഉമ്മയുടെയും ആ ഒരു വാക്കുകൾ കേട്ട സെയ്ഫിന് പിന്നീടൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായി. എന്തായാലും വേണ്ടില്ല, അവളുടെ ബാക്കി കാര്യങ്ങൾ കൂടി അറിഞ്ഞിട്ട് അവളോട് ശരിക്ക് സംസാരിക്കണം. സെയ്ഫ് ഉമ്മയെ വീൽചെയറിൽ നിന്ന് കൊണ്ടാക്കിയ ശേഷം സൈഫുദ്ദീൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ തൻ്റെ പിന്നിൽ നിന്ന് തന്നെ ആരോ പിടിച്ചു. സെയ്ഫ്, അത് മറ്റാരുമായിരുന്നില്ല, തൻ്റെ പ്രിയങ്കരിയായ സെയ്ത്തൂൻ ബിബി. എങ്ങോട്ടാ? എനിക്ക് ഒന്ന് ടൗൺ വരെ ഒന്ന് പോകാനുണ്ട്. ഞാനും വരട്ടെ? നീ പോര്, ഞാനേതായാലും കാറിലാണ് പോകുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ സെയ്ത്തൂൻ ബിബി ചെന്നത് ഫർസാനയുടെ അടുക്കലേക്കായിരുന്നു. അറബി അത് നോക്കിക്കണ്ടു. സെയ്ത്തൂൻ, അവൾ വിളിച്ചു. യാ സെയ്ഫ്, എന്താ? അവൾ പെട്ടെന്ന് ഭർത്താവിൻ്റെ അടുക്കൽ ഓടിയെത്തിക്കൊണ്ട് പറഞ്ഞു. സെയ്ഫ്, എന്തു പറ്റി? നീ എന്തിനാ അങ്ങോട്ട് പോയത്? സെയ്ഫ്, നമ്മൾ പുറത്ത് പോവല്ലേ, അപ്പോൾ ഫർസാനയെ കൂടി? നോ, ഇപ്പോൾ വേണ്ട, നോ. എന്ത് സെയ്ഫ്, എന്തു പറ്റി? എന്തോ ഷോക്കായിട്ടുണ്ടല്ലോ മനസ്സിൽ. അവൾ പറഞ്ഞതൊന്നും അപ്പോഴും അവളോട് പറഞ്ഞില്ല. കാരണം അവൾ വിഷമിക്കും. അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെയാണോ അവളെ ചിന്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആവട്ടെ. എന്നാൽ ഈ സമയം ഫർസാന അവൾ കാര്യങ്ങളെല്ലാം അറബിയോട് പറഞ്ഞപ്പോൾ അവൾ ഉറപ്പാക്കിയിരുന്നു ഏത് നിമിഷവും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നുള്ളത്. കാരണം തെറ്റ് ചെയ്തവളാണ് ഞാൻ, തെറ്റ് ചെയ്ത് ജീവിക്കുന്നവളാണ്. ശരിക്ക് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായ പോലെയാണ്, ഹിദായത്ത് നഷ്ടപ്പെട്ടവളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരുത്തിയെ ഈ വീട്ടിൽ, ഈ ഒരു കൊട്ടാരത്തിൽ, ഇസ്ലാമികമായി ജീവിക്കുന്ന ഈ സ്ഥലത്ത് എങ്ങനെ അവർ പൊറുപ്പിക്കുന്നേ? അവൾക്ക് വലിയ ഉറപ്പില്ലായിരുന്നു.
അവൾ ഒരു നിമിഷം വിചാരിച്ചു, പഠിച്ചവനെ പറയേണ്ടില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഗർഭത്തിൻ്റെ സ്ഥിതി ഇതുവരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൾക്ക് ഭയം തോന്നിയിരുന്നു. അറബി തന്ന ആ ഒരു 3 ലക്ഷം രൂപ അതൊക്കെ എൻ്റെ വീട്ടിലേക്ക് അയച്ചു എന്നല്ലാതെ ഞാൻ ഇതുവരെ സംസാരിക്കാൻ ഭയമായിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല ഫർസാന ഇപ്പോൾ കൂടെ വരുന്നത് എന്ന് മനസ്സിലാക്കിയ സെയ്തുൻ ബീവിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. എന്നാലും സെയ്ഫ് അവളെ നോ, സമയമായിട്ടില്ല, സമയമാകുമ്പോൾ കൂടെ കൊണ്ടുപോകാം, ഇപ്പോൾ സമയമായിട്ടില്ല സെയ്തുൻ പ്ലീസ്. തൻ്റെ ഭർത്താവ് അല്പം ഗൗരവത്തോടു കൂടിയായിരുന്നു അത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ സെയ്തുൻ ബീവി ഒന്നും മിണ്ടാതെ നിന്നു. യാ സെയ്തുൻ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യരാണ് നമ്മൾ ഏത് സമയവും തെറ്റ് ചെയ്യാനുള്ള പ്രവണത നമുക്കുണ്ട്. നമ്മൾ മലക്കല്ല. നിനക്കറിയില്ലേ എൻ്റെ സെയ്തുൻ ആ ചരിത്രം? ഏത് ചരിത്രം? നിനക്കറിയില്ല അല്ലേ? മലക്കുകൾ വിചാരിച്ചു മനുഷ്യന്മാരെന്താ ഇത്രയധികം തെറ്റ് ചെയ്യുന്നത്? അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, മനുഷ്യർ ഇത്രയധികം തെറ്റ് ചെയ്തിട്ടും നീ അവർക്ക് പുറത്തു കൊടുക്കുന്നു, ഇതെന്താ ഇങ്ങനെ? അപ്പോൾ അള്ളാഹു പറഞ്ഞത്, മലക്കുകളെ, നിങ്ങളുടെ മനസ്സല്ല മനുഷ്യർക്കുള്ളത്. അവരുടെ മനസ്സെന്ന് വെച്ചാൽ ഏത് സമയവും പെട്ടെന്ന് ചേഞ്ചാകുന്ന രീതിയിലാണ്. അവർക്ക് എന്തെങ്കിലും കണ്ടാൽ അത് സ്വന്തമാക്കണം. അതൊരു വികാര ജീവിയാണ് മനുഷ്യൻ. അപ്പോഴെല്ലാം മലക്കുകൾ പറഞ്ഞു, ഓ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഭൂമിയിലേക്ക് വിട്ടുതരുമോ എന്ന് ചോദിച്ചതാണ്. അവരുടെ ആഗ്രഹപ്രകാരം അതാ അവരെ മനുഷ്യരായി ഭൂമിയിലേക്ക് ഇറക്കുന്നു. എന്നാൽ ആദ്യം തന്നെ അവിടെ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടാണ് അവർ ആഗ്രഹിച്ചത്. ആ പെണ്ണിന് വേണ്ടി അവരെന്തു ചെയ്യും എന്നായി. ഒരിക്കലും അവളെ തുടരുത് എന്ന അള്ളാഹുവിൻ്റെ നിർദ്ദേശം. പക്ഷേ അവർ അതിനിടയിൽ മദ്യപിക്കുകയും ആ പെണ്ണിന് വേണ്ടി പ്രശ്നമുണ്ടാക്കുകയും ഒരാളെ കൊലപ്പെടുത്തുകയും അങ്ങനെ ചെയ്തു കഴിഞ്ഞു. അങ്ങനെയുള്ള ചരിത്രം എല്ലാവർക്കും അറിയാലോ. ഒരിക്കലും മനുഷ്യൻ്റേത് അല്ല. മലക്കുകൾ വേറെ, മനുഷ്യൻ വേറെ. മലക്കുകൾ ചോദിച്ച ആ ഒരു ചോദ്യം അപ്പോൾ തന്നെ പടച്ച റബ്ബ് അവർക്കത് അതിനുള്ളത് കാണിച്ചു കൊടുത്തു. ഇന്നും അവർ ശിക്ഷ സ്വീകരിക്കുന്നു. അവരോട് ചോദിച്ചു, എല്ലാ തെറ്റുകളും ചെയ്തതിന് ശേഷം നിനക്ക് ഏത് ശിക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടത്? അള്ളാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലെ ശിക്ഷ മതി, അത് കുറച്ച് ഖിയാമം വരെയല്ലേ ഉണ്ടാവുള്ളൂ. ആഖിറത്തിലെ ശിക്ഷ എന്ന് വെച്ചാൽ അതിനറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവർ ദുനിയാവിലെ ശിക്ഷ സ്വീകരിച്ചു എന്ന് ആണല്ലോ ചരിത്രം. നിനക്കറിയില്ലേ സെയ്തുൻ? ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരവസ്ഥ എന്ന് വെച്ചാൽ ഞാനും അവളും തനിച്ചാകുന്ന അവസ്ഥ ഭയങ്കര അപകടമാണ് എൻ്റെ സെയ്തുൻ. എനിക്ക് പലവട്ടം തോന്നിക്കഴിഞ്ഞു അവളുമായി തെറ്റ് ചെയ്യണമെന്ന്. 1-2 പ്രാവശ്യമല്ല. അവളോട് ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ സെയ്തുൻ, ഞാനൊരു മനുഷ്യനല്ലേ, ഇബ്ലീസ് എൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഹലാലാകാതെ ഒരിക്കലും നോ. അവളുടെ കൂടെ യാത്ര ചെയ്യാനോ അവളുടെ കൂടെ സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. സെയ്ഫ്, ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അവളോട് വിവാഹത്തിൻ്റെ കാര്യം സംസാരിക്കാനല്ലേ, അല്ലാതെ അതുതന്നെയാണ്. പക്ഷെ അവൾ പറയുമ്പോൾ, അവൾ കണ്ണീരൊഴുക്കുമ്പോൾ സെയ്തുൻ, ഞാനൊരാണല്ലേ, ആണാ എനിക്ക് ഓരോ വിചാരങ്ങൾ ഉണ്ടാവില്ലേ? അവൾ കണ്ണീരൊഴുക്കി എൻ്റെ മുമ്പിൽ കരഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കവളെ നെഞ്ചോട് ചേർക്കണമെന്ന് തോന്നി. സത്യമായിട്ടും അത് അവിടെ ഇബ്ലീസ് വന്നതാണ്, എനിക്കറിയാം. സെയ്ഫ്, അവൾ അറബിയുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല സെയ്തുൻ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നീ ഒരുക്കുകയാണോ എന്നെനിക്ക് തോന്നുകയാണ്. ഒരിക്കലും അതിനല്ല, നിങ്ങൾ ഒന്നാവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സെടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മനസ്സിലാകുന്നു എല്ലാ കാര്യങ്ങളും. ആ രാത്രിയിൽ അതാ അവർ തിരിച്ചെത്താൻ അല്പം വൈകി. ഫർസാന വീട്ടിലാണ്. അവൾ തൻ്റെ ഫോണിലൂടെ വിചാരിച്ചു, ഒന്ന് വിളിച്ചാലോ വീട്ടിലേക്ക്. അവൾ ഫോണെടുത്തു. ബീവിയും അർബാവും വന്നിട്ടില്ല. അവൾക്ക് വേണ്ടി ഒരുക്കിയ ആ ഒരു വിശാലമായ റൂമിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നേരെ ഫോണെടുത്തു, വാട്സപ്പ് നോക്കി. അല്ലാ, ഷെഫി ഉസ്താദ് എന്തൊക്കെയോ വിട്ടിട്ടുണ്ട്. വീട്ടിലേക്ക് വിളിക്കുവാൻ വേണ്ടി പറയുന്നു. പക്ഷെ നമ്പർ ഇതൊക്കെ കറക്റ്റാണോ എന്തോ അറിയുന്നില്ല. തൽക്കാലം ഷെഫി ഉസ്താദിന് ഒരു മെസ്സേജ് അയക്കുന്നു. ഉസ്താദേ, ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം. ഈ ഫോണിലേക്ക്
ഈ ഫോണൊന്ന് ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കലൊന്ന് എത്തിക്കാമോ? അവളുടെ ആ മെസ്സേജ് കണ്ട ഷെഫീഖ് ഉസ്താദ് അതാ നേരെ അത് കേട്ടപ്പോൾ തന്നെ പള്ളിയിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. നേരെ അവളുടെ ഉപ്പയെ വിളിച്ചു. ഉപ്പ, ഫർസാനെ വിളിച്ചിരുന്നോ? മെസ്സേജ് അയച്ചിരുന്നോ? അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ മോനെ, ഞങ്ങളെ നമ്പറൊക്കെ നീ വിട്ടുകൊടുത്തുവിടായിരുന്നോ? വിട്ടുകൊടുക്കാം. അങ്ങനെ അതാ അപ്പോൾ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ നമ്പർ വിട്ടുകൊടുക്കുന്നു. പക്ഷേ അവൾക്ക് ആ നമ്പറിലേക്ക് വിളിക്കാൻ ഭയമായതുകൊണ്ടാണ് ഷെഫീഖ് ഉസ്താദിലേക്ക് വിളിച്ചത്. ഷെഫീഖ് ഉസ്താദ് നേരെ അവരുടെ വീട്ടിലെത്തി. ഉസ്താദ് വരുമ്പോൾ തന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ, അവൾ ഇതിലേക്ക് വിളിക്കാമെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ മോനെ, ഞങ്ങളിലേക്ക് വിളിക്കാൻ മടിയായിട്ടായിരിക്കും. അങ്ങനെ അരമണിക്കൂറിന് ശേഷം അതാ ഉസ്താദ് ഒരു മിസ്ഡ് കോള് അങ്ങോട്ട് വിടുന്നു. ഞാനിവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു ഉറപ്പിന്. അവളതാ വിളിക്കുന്നു. ഉറപ്പാക്കുവാൻ വേണ്ടി ഉസ്താദ് ഫോൺ എടുക്കുന്നു. ഹലോ. ഫർസാന, ഇത് ഷെഫീഖ് ഉസ്താദാണ്. മനസ്സിലായി ഉസ്താദേ, എന്നോട് പൊറുക്കണം. എന്താ കുട്ടി നീ കരയുന്നത്? കരയല്ലേ? ഞാൻ ഉമ്മയൊപ്പൊക്കെ ഇവിടെ ഉണ്ട്, തൊട്ടടുത്തായിട്ട് ഞാൻ കൊടുക്കാം അവരടുത്ത്. ഉസ്താദേ, എന്നോട് പൊറുക്കുമോ? അതാദ്യം ഒന്ന് പറ. ഞാൻ തെറ്റ് ചെയ്തു പോയി അറിയാതെ. പെണ്ണേ, നീ വിഷമിക്കല്ലേ, അതൊക്കെ പഠിച്ച റബ്ബ് പുറത്തു തരും. സാരല്ല, നീ കരയല്ലേ പെണ്ണേ. നേരെയതാ അവൾ ഉമ്മയുടെ അടുക്കൽ ഫോൺ കൊടുക്കുന്നു. മോളെ, ഉമ്മാൻ്റെ കുട്ടിയെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ഉമ്മ. അവൾക്ക് കരഞ്ഞിട്ട് ഉമ്മ, എന്നോട് പുറത്തു തരണം, എനിക്ക് പുറത്തു തരണം ഉമ്മ. അറിയാതെ തെറ്റ് പറ്റിപ്പോയി. ഇല്ല ഉമ്മ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റൂല, സാരമില്ല. പടച്ച റബ്ബിനോട് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉമ്മാൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? എവിടെയാണ് ഉപ്പ? ഉമ്മ, ഞാൻ ഒരു അറബിയുടെ വീട്ടിലാണിപ്പോൾ. അറബിയുടെ വീട്ടിലോ? മോൾക്ക് എന്താ ഇവിടെ പണി? മോളെന്താ ഇവിടുത്തെ ജോലിക്കാരിയാണോ? അല്ലുമ്മ, ഇവിടുത്തെ ഒരു മകളെപ്പോലെയാണ് ഞാൻ കഴിയുന്നത്. അത്രയ്ക്കും സ്നേഹത്തിലാണ്. മാഷാ അല്ലാ, റഹ്മാനെ, നമ്മളെ പ്രാർത്ഥന അള്ളാഹു കേട്ടതായിരിക്കും. മോളെ, ഞാൻ പലയിടത്തുനിന്ന് ഫോൺ കൊടുക്കാം. ഇതാ അവർ ഫോൺ കൊടുക്കുന്നു. ഉപ്പ വിറച്ചുകൊണ്ട് വാങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഉപ്പ, പൻ്റെ പൊന്നുമോളെ, എവിടെ പൻ്റെ കുട്ടി? പൻ്റെ കുട്ടി എന്തിനാ പോയത്? മോളെ, ഉപ്പ ക്ഷമിക്കണം ഉപ്പ, അറിയാതെ പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും മോളെ സാരില്ല, പറ്റിയത് പറ്റി. പൻ്റെ കുട്ടീനെ ഒന്ന് കാണണമല്ലോ, എനിക്ക് കാണാതിരിക്കാൻ കഴിയണില്ല. ഉപ്പ, ഞാൻ വിളിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്, വീഡിയോ കോള് കേട്ടോ. ഉപ്പ, വീഡിയോ കോളിൻ്റെ സെറ്റിങ്സ് ഒന്ന് റെഡിയാക്കി തരാൻ ഷെഫീഖ് ഉസ്താദിനോട് പറയണം. ആയിക്കോട്ടെ ഉമ്മ, ഇൻഷാ അല്ലാ. മോളെ, ഉപ്പാൻ്റെ കുട്ടിക്ക് സുഖമാണ് ഇവിടെ? ഉപ്പ, അൽഹംദുലില്ലാ, ഞാനിന്നൊരു രാജകുമാരിയെ പോലെയാണ് ഇവിടെ കഴിയുന്നത്. അല്ലാ, അൽഹംദുലില്ലാ. റബ്ബേ, ഞാൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ? അതെ ഉപ്പ, ഞാൻ ഫോട്ടോ ഒക്കെ വിട്ടുതരാം. ഞാൻ പേടിച്ചിട്ടായിരുന്നു നിങ്ങൾ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട്. സാരമില്ല, ഉപ്പാൻ്റെ കുട്ടിക്ക് തെറ്റുപറ്റിയില്ലേ? അതൊരിക്കലും സാരില്ല. പടച്ച റബ്ബൊക്കെ പുറത്ത് നിന്നിട്ടുണ്ടാവും കേട്ടോ. അന്ന് മുതൽ ദുആ ചെയ്യണം എൻ്റെ കുട്ടി തിരിച്ചു വരാൻ. താൽക്കാലികമായ നിമിഷത്തെ തെറ്റ് ഉപ്പ, അത് പൊറുക്കാൻ വല്ലാത്ത പാടായിരിക്കും. എന്താ മോളെ, എന്തു പറ്റി? അല്ല, അതെ, അങ്ങനത്തെ പരിപാടിയല്ലേ ഞാൻ ചെയ്തത്. മോളെ സാരമില്ല, ഉപ്പാൻ്റെ കുട്ടിയെല്ലാം മറന്ന് തിരിച്ചു വരണം കേട്ടോ. ആയിക്കോട്ടെ ഉപ്പ. പുറത്ത് വാഹനത്തിൻ്റെ ശബ്ദം കേട്ട പോലെ അവൾക്ക് തോന്നി. അതാ ബീവിയും അറബിയും വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഉപ്പ, എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ശരി മോളെ, അസ്സലാമു അലൈക്കും. ആ ഉപ്പയും ഉമ്മയും കരയുകയായിരുന്നു. എല്ലാം കണ്ടിട്ട് ഷെഫീഖ് ഉസ്താദും കരഞ്ഞുപോയി. റബ്ബേ, അൽഹംദുലില്ലാ, കണ്ടു കിട്ടിയല്ലോ, അവിടെ ഉണ്ടല്ലോ മോനെ. അൽഹംദുലില്ലാ, എൻ്റെ കുട്ടീനെ കൊണ്ടാണ് ഓളെ കിട്ടിയതിപ്പോൾ. എൻ്റെ ഫോണൊക്കെ വിളിച്ചതുകൊണ്ടല്ലേ. എൻ്റെ കുട്ടിക്ക് ഹൈറും ബർക്കത്തും പടച്ച റബ്ബ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.